വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിൽ മരണം 357ആയി. ഇന്നലെ മാത്രം 18 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇനിയും 200-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. ചാലിയാറിൽ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. അതേസമയം വയനാട് ദുരന്തഭൂമി ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ചൂരൽമലയിൽ നിന്നും എം മനോജും കൽപ്പറ്റയിൽ നിന്നും അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം എം മനോജിലേക്ക്. മനോജ്, ഇന്ന് തെരച്ചിൽ 6ാം ദിവസം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. KP 7 മണിയോടുകൂടി തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കാൻ തന്നെയാണ് ഇവിടെ സൈനികരും അതോടൊപ്പം രക്ഷാപ്രവർത്തകരും ഒക്കെ ഈ ചൂരൽമലയിലെ ബെയിലിപ്പാലം കടന്ന് മുണ്ടക്കയിലേക്ക് പോകുകയാണ്. സൈനികർ ഇപ്പോൾ തന്നെ ഈ ബെയിലിപ്പാലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി സന്നദ്ധ സംഘടനകളും വിവിധ വകുപ്പുകളും ചേർന്നാണ് അങ്ങോട്ടേക്ക് കടക്കുക. എന്തായാലും ഈ ഒരു ദിവസത്തെ തിരച്ചിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഈ ഭാഗത്തൊക്കെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു തിരച്ചിൽ നടന്നത്. ഇന്നും അത് തന്നെ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ചൂരൽമല ഭാഗത്ത് നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയിൽ നിന്നും ശരീരഭാഗങ്ങളും അതോടൊപ്പം ഈ മൃതദേഹങ്ങളും പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിയിരുന്ന 3 പേർ അവിടെ അവശ നിലയിൽ കിടന്നവരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുന്ന സാഹചര്യം ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനനുസരിച്ചാണ് ഈ കൃത്യമായും ഔദ്യോഗിക കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷേ ഇതിനപ്പുറം ആളുകളെ കാണാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. എത്രയധികം ആളുകളെ കാണാനില്ല എന്നതും ഇത്രയാണ് മരണസംഖ്യ എന്നുള്ളതുമൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം സൈനികരും സജീവമായി തന്നെ തുടരുകയാണ്. ഈ മേഖല സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രകൃതി സുന്ദരമായിരുന്ന, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്താണ് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നത്. ഇതിൽ മരിച്ചവരിൽ ടൂറിസ്റ്റുകളും നിരവധി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്, ആ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു സമയം ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ പിന്നിടുന്നു. ഇനി എത്രത്തോളം മൃതദേഹങ്ങൾ ആ ഭാഗങ്ങളിൽ ബാക്കിയാണ് എന്നുള്ളതാണ് മനോജ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സൈനികരുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ചില നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് ഈ 6ാം ദിവസവുമായി തെരച്ചിൽ ഏത് തരത്തിൽ പുനരാരംഭിക്കണം, ഏതൊക്കെ ഭാഗങ്ങളിൽ, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണോ പങ്കുവെക്കുന്നത്? അപ്പോൾ തീർച്ചയായും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സമയം, അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മേഖലകളെ കേന്ദ്രീകരിച്ച് സന്നദ്ധ സംഘടന അടക്കം ഈ അവർക്ക് വേണ്ട ഉപകരണങ്ങളുമായി അങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടുതലായും ഈ ഓരോ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ സന്നദ്ധ സംഘടനകളിലും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരും അങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട് എന്നതാണ്. അവർക്ക് തന്നെ ഈ ഇപ്പോൾ ബെയിലി പാലത്തിലൂടെ അവരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വകുപ്പുകളും കേന്ദ്രീകരിച്ച് അതൊക്കെ ഓരോ മേഖലകളും വിവിധ സോണുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഈ മേഖലയിൽ, അതായത് ചൂരൽമലയിലും മുണ്ടക്കയിലും അതിന് മുകളിലോട്ടും ഒക്കെ ഈ രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നമുക്ക് കാണാം, അവർ കയ്യിലൊക്കെ തന്നെ വേണ്ട ആവശ്യത്തിന് വേണ്ട കമ്പുകളും അതോടൊപ്പം മറ്റ് ഉപകരണങ്ങളും ഒക്കെ ആയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഇന്നും ഈ രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വൈകുന്നേരം വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഇന്നും വൈകുന്നേരം വരെ തുടരും. പ്രതികൂല കാലാവസ്ഥ ഇല്ല എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മഴയുണ്ടായിരുന്നു. എങ്കിലും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമൊക്കെ എത്തിയിരുന്നു അവിടെ ഈ ഒരു ഇപ്പോൾ സേവാഭാരതിയുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി പരിഷത്തിന്റെയും അടക്കം ABPയുടെയും അടക്കം വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്.